കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോൾ ജോൺസൻ്റെ വൈഫ് വന്നിട്ട് വാതിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോൺസൺ വന്നോ? ഇല്ല, വന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മുമ്പ് പോകുന്നതാണ്, ബൈക്കിൽ പോകുന്നതാണ്, അത്യാവശ്യം മിനുങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, അതാണ് ഞാൻ ഫോളോ ചെയ്തതെന്ന്. ജോൺസൻ്റെ വൈഫ് ഇങ്ങനെ ഒരു നിൽപ്പ് നിന്നിട്ടുണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല, ആ ഒരു നിൽപ്പ് അവരുടെ. വിഷ്ലോകം മുതൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി എന്നോടിഷ്ടം കൂടാമോ എന്ന എൻ്റെ ചിത്രത്തിലാണ് ദിലീപ് ആദ്യമായിട്ടൊരു റോൾ അഭിനയിക്കുന്നത്. ഈ ജോൺസന് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജോൺസൺ അല്പം മദ്യം കഴിക്കണം. അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ജോൺസന് പിന്നെ കൺട്രോളൊക്കെ പോകും, പല രീതിയിൽ സംസാരിക്കും. അപ്പോൾ റസാഖിനെ കുഞ്ഞാപ്പൂന്നും എന്നെ കുഞ്ഞാക്കാന്നും രഞ്ജിത്തിനെ ഞങ്ങൾ കുഞ്ഞിയെന്നുമാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ളൊരു സൗഹൃദത്തിനിടയിൽ ഞങ്ങളുടെ ഈ വിളിവ അങ്ങനെയാണ്, 3 പേരെയും വിളിക്കുന്നത് അങ്ങനെയാണ്. 3-ാമത്തെ ദിവസം ജോൺസൺ നന്നായിട്ട് മദ്യം കഴിച്ചു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, കുറേ തമാശയൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ കൂടുതൽ മദ്യം കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ജോൺസൺ ബൈക്കിൽ പോകണ്ട, കാറിന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കാർ പ്രൊഡക്ഷൻ കാറുണ്ട്, അതിൽ കൊണ്ടുവിടാം. ജോൺസൺ പറഞ്ഞു, ഇല്ല, ഞാൻ ബൈക്കിൽ പോകുന്നു. ഒരു സിനിമയ്ക്കും ഗിരീഷിന് പാട്ട് എഴുതാൻ ഞാൻ വിളിച്ചിട്ടില്ല. ഗിരീഷ് വേറെ പല പടങ്ങളിലും പാട്ട് എഴുതി. ഗിരീഷ് നല്ല തിരക്കുള്ള ഗാനരേതാവായി മാറി, വലിയ പേരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടും ഞാൻ ഗിരീഷിനെ പാട്ട് എഴുതാനായിട്ട് വിളിച്ചിട്ടില്ല. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ദിലീപും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഷ്ലോകം മുതൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി എന്നോടിഷ്ടം കൂടാമോ എന്ന എൻ്റെ ചിത്രത്തിലാണ് ദിലീപ് ആദ്യമായിട്ടൊരു റോൾ അഭിനയിക്കുന്നത്, ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് ദിലീപ് മലയാള സിനിമയിലെ തിരക്കുള്ള നായകനായി. മാനത്തെ കൊട്ടാരം, അതിനുശേഷം സല്ലാപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദിലീപ് വലിയ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഹീറോയായി മാറി. ആ ഒറ്റ സിനിമയിൽ കൂടെ തന്നെ ദിലീപ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ജോഡി മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായി മാറി. സല്ലാപം കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു സിനിമയുടെ ആലോചനയായിട്ട് ശത്രുഘ്ൻ, റൈറ്റർ ശത്രുഘ്ൻ, അദ്ദേഹം ചെറുകഥാകൃത്താണ്, മലയാളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹവും ഞാനും തമ്മിലൊരു വേറൊരു കഥയായിട്ട് ഡിസ്കഷന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, എനിക്കൊരു തൃപ്തിയും തോന്നിയില്ല. കുറച്ചും കൂടിയും ജനങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ നമുക്ക് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് ഞാൻ ശത്രുഘ്ൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്താലോ, ദിലീപിനെയും മഞ്ജു വാര്യരെയും വെച്ചിട്ടൊരു കഥ ആലോചിച്ചാലോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, കൊടുങ്ങല്ലൂർക്കാരൻ തന്നെ, സേതാവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ശ്രീനിവാസനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കഥയുടെ ഒരു ആശയം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് പിന്നെ അന്ന് വർക്കൗട്ടായില്ല, അത് ഒരു കഥയായിട്ടൊന്നും രൂപപ്പെട്ടുമില്ല. അതിലൊരാശയമുണ്ട്, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ആശയം. അപ്പോൾ അത് വേറൊരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദിലീപിൻ്റെ അനുബന്ധമായിട്ട് ദിലീപിൻ്റെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കഥ ആലോചിച്ചാലോ എന്ന് ഒരു വൈൽഡ് തോട്ടിൽ ഞാൻ ശത്രുഘ്ൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ശത്രുഘ്ൻ പറയുന്നത്, നമുക്കൊരു കഥയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് സ്ക്രിപ്റ്റൊന്നും എഴുതിയിട്ടില്ല ശത്രുഘ്ൻ. അപ്പോൾ ഈ തിരക്കഥ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ധാരണയില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നൊരു കഥയാണ് ഈ പുഴയും കടന്ന് എന്ന സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ തൊട്ട് അയൽ വീട്ടിലെ 3 പെൺകുട്ടികൾ, അതിൽ മൂത്ത പെൺകുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതിൽ താഴെ ഒരു അനിയത്തി കുട്ടിയുണ്ട്. അവർക്ക് അവരുടെ കോളേജ് കാലത്തുണ്ടായ ഒരു പ്രണയവും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒളിച്ചോട്ടമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഒരു ചീത്തപ്പേരുണ്ടായ ഒരു സംഭവമുണ്ട്. ഇളയ പെൺകുട്ടിയാണ് മഞ്ജു വാര്യർ ചെയ്ത ക്യാരക്ടർ, അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ പെൺകുട്ടി കുടുംബം പോറ്റാനും ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവളാണ്. അവർക്ക് അച്ഛനും അമ്മയില്ല, അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ദിലീപ് അയൽവാസിയാണ്. അവർക്കിടയിലുണ്ടാകുന്ന ഒരു പ്രണയവും പിന്നീട് ഈ ചേച്ചിമാരുടെ കല്യാണം നടന്നാൽ മാത്രമേ താൻ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു വാശി മഞ്ജു വാര്യരുടെ ക്യാരക്ടറിൻ്റെ അഞ്ജലിക്ക് ഉണ്ടാകും. കാരണം അവളുടെ ലൈഫ് എന്നാലും സെക്യൂർഡ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ ചേച്ചിമാരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇയാൾ കയറിയിട്ട് ഞാൻ കല്യാണം നടത്തിക്കും എന്നുള്ള, പിന്നീട് പുള്ളി അതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പുഴയും കടന്ന് പറയുന്ന സിനിമ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു അല്പം നർമ്മവും പ്രണയവും ഒക്കെ കലർത്തിയിട്ട് ഒരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനതിനെ ട്രീറ്റ് ചെയ്തതെന്നുള്ളതാണ്. അത് ശത്രുഘ്നായിട്ട് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നിർമ്മാതാക്കളുണ്ടായിരുന്നു, ആദ്യത്തെ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാനിരുന്ന പുതിയ ആൾക്കാരാണ് നിർമ്മാതാക്കൾ. അവർക്ക് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ കുറച്ചും കൂടിയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്നൊരു സിനിമയാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ദിലീപിനെയും
മഞ്ജുവിനെ വിളിക്കും. ദിലീപിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക, ഫ്രീ ആവുന്നത്. അപ്പോൾ ദിലീപ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമയിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദിലീപിനോട് സംസാരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതാണ്. അന്നൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്കും അത് ഓക്കെ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് സംഭവിക്കുമായിരുന്നു. മഞ്ജു വാര്യരും വിളിച്ചു. മഞ്ജു വാര്യർ അപ്പോൾ വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാരൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. മഞ്ജുവിനെ വിളിച്ചു. അപ്പോൾ മഞ്ജുവിനോട് ക്യാരക്ടർ ഫോണിൽ കൂടി കഥ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഓക്കെയാണ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മോഹിനി മൂത്ത ചേച്ചിയായിട്ട്, പിന്നെ ചിപ്പി ആണ് തൊട്ട് താഴെയുള്ള അനിയത്തിയായിട്ട്, മറ്റു ക്യാരക്ടേഴ്സൊക്കെ വളരെ പെട്ടെന്ന് എല്ലാം ഫിക്സ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം. അത് പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോഴേക്കും സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയായിരുന്നു ശത്രുഘ്ൻ. അപ്പോൾ ശത്രുഘ്നും ഈ ഡയലോഗ്സ് ശത്രുഘ്നോട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വള്ളുവനാടൻ ഭാഷ അദ്ദേഹത്തിന് നന്നായിട്ട് വഴങ്ങുന്നതാണ്. നമ്മൾ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ വള്ളുവനാടൻ ഭാഷ സിനിമയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. MTയുടെ സിനിമകളിലൊക്കെ തന്നെ അത്തരം ഭാഷയും ആ ഭാഷാ പ്രയോഗങ്ങളൊക്കെയാണ് നമ്മൾ ഷൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. മിക്കവാറും സിനിമകളുടെയൊക്കെ ഒരു രീതി അതാണ്. അപ്പോൾ അത് തന്നെയാണ് അതിലും ഫോളോ ചെയ്തത്. അതിൻ്റെ മ്യൂസിക് സെക്ഷൻ, അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്നുള്ളതുകൊണ്ട് തന്നെ മ്യൂസിക് സെക്ഷൻ വളരെ പെട്ടെന്ന് തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് അതിന് തൊട്ട് മുമ്പുള്ള പടം അഴകിയരാവണനായിരുന്നു. അഴകിയരാവണന് വിദ്യാസാഗറായിരുന്നു. അപ്പോൾ ആദ്യം വിദ്യാസാഗറിൻ്റെ പേരാണ് പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് ജോൺസൺ മാഷാണ് നല്ലത്. ജോൺസൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യമുള്ള മലയാളിത്തമുള്ള പാട്ടുകളാണ് നമുക്കിതിന് വേണ്ടത്. അങ്ങനെയാണ് ജോൺസൺ അതിലേക്ക് മ്യൂസിക്കിൽ വരുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ട് എഴുതിയത്. പുത്തഞ്ചേരി അതിലേക്ക് വരാനായിട്ട് രസകരമായൊരു കഥയുണ്ട്. അതായത് അതിനു മുമ്പ് പുത്തഞ്ചേരി എനിക്ക് വേണ്ടി പാട്ടുകൾ ഒരു സിനിമയിലും എഴുതിയിട്ടില്ല. ഞാനും അദ്ദേഹം തമ്മിൽ വളരെ നല്ല സൗഹൃദമുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ രഞ്ജിത്ത് എഴുതുന്ന ആ സമയത്ത് കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ ഞങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനായിട്ടിരിക്കുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്നും അവിടെ വരും. രഞ്ജിത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ് ഗിരീഷ്. ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് ഗിരീഷ് വരുന്നത്. അപ്പോൾ രഞ്ജിത്ത് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾക്കാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ സഹായത്തിനും ഡിസ്കഷനും ഒക്കെ ആയിട്ട് ഗിരീഷ് വളരെ സരസമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഗിരീഷായിട്ട് ഞാനും ഒരു സൗഹൃദത്തിലാവുന്നത്. പിന്നെ പലപ്പോഴും കാണുകയും ഞാനതിന് ശേഷം പല സിനിമകളും ചെയ്തു. ഒരു സിനിമയും ഗിരീഷിന് പാട്ട് എഴുതാൻ ഞാൻ വിളിച്ചിട്ടില്ല. ഗിരീഷ് വേറെ പല പടങ്ങളിലും പാട്ട് എഴുതി. ഗിരീഷ് നല്ല തിരക്കുള്ള ഗാനരചയിതാവായി മാറി വലിയ പേരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടും ഞാൻ ഗിരീഷിനെ പാട്ട് എഴുതാനായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഗിരീഷിന് അതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. ഒരിക്കലും മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ട്, പിന്നെ ഒരിക്കൽ കോഴിക്കോട് വെച്ചിട്ട് ഗിരീഷിനെ കണ്ടു. ഗിരീഷുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ വളരെ വൈകാരികമായിട്ട് അല്പം ഒരു ധാർമ്മിക രോക്ഷത്തോടു കൂടിയാണ് ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മാത്രം എന്നെ പാട്ട് എഴുതാൻ വിളിക്കുന്നില്ല, അതിലെനിക്ക് ഭയങ്കര പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗിരീഷിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ഗിരീഷെ എന്ന് പറയുകയും ഈ പുഴ കടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗിരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗിരീഷെ ഈ പടത്തിന് പാട്ട് എഴുതാം. അപ്പോൾ ഗിരീഷ് ആദ്യം വിചാരിച്ച് ഞാൻ തമാശ പറയുകയാണ്, ചുമ്മാ തമാശക്ക് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തമാശയല്ല, കാര്യമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ പടം കൈതപ്പുറയല്ലേ എഴുതിയത്, വെണ്ണിലാ ചന്ദനക്കൊണ്ടൊക്കെ വലിയ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് കൈതപ്പുറത്തിന് വേണ്ടാന്ന് വെച്ചാൽ എന്നെ പാട്ട്. ഞാൻ പറഞ്ഞത് അത് ആ സിനിമയല്ലേ, ആ സിനിമ സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇത് പുതിയ സിനിമയല്ലേ. ഞാൻ പറഞ്ഞു നാളെ തന്നെ നിങ്ങൾ കയറി ചെന്നൈക്ക് വരണം, ചെന്നൈയിലാണ് കമ്പോസിങ്, ജോൺസൺ മാഷാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു പടത്തിൻ്റെ വർക്കിലാണ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് ട്രെയിനിൽ കയറുമെന്ന് പറഞ്ഞു. ഗിരീഷ് ട്രെയിൻ കയറി ചെന്നൈയിൽ വന്നു രാവിലെ. അപ്പോൾ ഈരാളി എന്ന് പറഞ്ഞിട്ട് പഴയൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഒരു ഗസ്റ്റ് ഹൗസ് നടത്തുന്നത്. ഗസ്റ്റ് ഹൗസ് ഒരു വീടാണ് ചെന്നൈയിൽ KK നഗറിൽ ഭരതേട്ടൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തൊരു വീട്. ആ വീട്ടിൽ സിനിമ ആൾക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ താമസിക്കാനായിട്ട്, ഞാനും അതിനു മുമ്പ് പലപ്പോഴും വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ. ഡിസ്കഷന് വേണ്ടിയിട്ടും കമ്പോസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് റൂം അവിടെ കൊടുക്കുന്നത് ഒരു 5-6 റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ കമ്പോസിങ്. ഇപ്പോൾ ജോൺസൺ രാവിലെ വന്നു, ഗിരീഷും ഉണ്ട്. ഞാൻ കഥയൊക്കെ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ, പാട്ടിൻ്റെ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു. 5 പാട്ടുണ്ട്. ഗിരീഷ് ഭയങ്കര ഹാപ്പിയായി, 5 പാട്ടുണ്ട്. അപ്പോൾ കഥയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രണയത്തിന് വളരെ പ്രാധാന്യമുള്ള, അപ്പോൾ എന്നോട് പറയുകയും ചെയ്ത് നിങ്ങളുടെ പടത്തിൽ ഒരുപാട് പ്രണയമുണ്ടല്ലോ, അപ്പോൾ ഇത് നല്ല പ്രണയ ഗാനങ്ങൾ എഴുതാൻ പറ്റുന്നൊരു പടമാണ് എന്നൊക്കെ പറഞ്ഞു. ഗിരീഷ് എന്നെ ജോൺസൺ കമ്പോസിങ്ങിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഗിരീഷ് ജസ്റ്റ് എന്നെ ഒന്ന് പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഗിരീഷിൻ്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പെട്ടി തുറന്നിട്ട് കുറേ പാൻ എടുത്ത് വെച്ചു. എന്നെ പറയും, ഞാൻ ചില സംവിധായകർക്ക് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പാൻ ഉപയോഗിക്കും, മനസ്സിലായില്ലേ, അതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടിന് പ്രാധാന്യമുള്ള സിനിമ ചെയ്യുന്ന സംവിധായകരുണ്ട്, അവരുടെ പടത്തിലെ പാട്ടുകൾക്കും കവിതാ ഗുണം ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവം അതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ
കവിത ഉള്ള പാട്ടുകൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ചില പാനകൾ ഞാൻ അതിനു വേണ്ടി കരുതി വെക്കും, അതെൻ്റെ ഒരു വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പാൻ എടുത്തിട്ട് ഇതിലൊരു പാന നിങ്ങൾ എടുക്കാൻ പറഞ്ഞു, സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിനൊരു പാന സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. എന്നെ ടി റസാക്കെ വിളിക്കുന്നത് കുഞ്ഞാക്ക എന്നാണ്. അതിന് കാരണമുണ്ട്. റസാക്കിനെ എല്ലാവരും കുഞ്ഞാപ്പൂ എന്നാണ് വിളിക്കുക. അപ്പോൾ റസാക്കിനെ കുഞ്ഞാപ്പൂ എന്നും എന്നെ കുഞ്ഞാക്കാന്നും രഞ്ജിത്തിനെ ഞങ്ങൾ കുഞ്ഞി എന്നുമാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ളൊരു സൗഹൃദത്തിനിടയിൽ ഞങ്ങളുടെ ഈ വിളിവ അങ്ങനെയാണ്, 3 പേരെയും വിളിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ റസാഖും രഞ്ജിത്തൊക്കെ വിളിക്കുന്ന കേട്ടിട്ട് എന്നെ ഗിരീഷും വിളിക്കുന്നത് കുഞ്ഞാക്ക എന്നാണ്. അപ്പോൾ ഗിരീഷ് ഇങ്ങനെ ഈ പാനകളൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞാക്ക ഇതിലൊരു പാന സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു പാന എടുത്ത് കൊടുത്തു. എന്നിട്ട് ആ പാന അടച്ചിട്ട് ഗിരീഷ് പറഞ്ഞു, ഇത് ഞാൻ കുഞ്ഞാക്കാക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇത് കുഞ്ഞാക്ക ഇനി അടുത്ത പടത്തിലും എന്നെ പാട്ട് എഴുതാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പാന കൊണ്ടായിരിക്കും പാട്ട് എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് പുള്ളി പാലിച്ചു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി പിന്നെ പാട്ട് എഴുതുമ്പോഴൊക്കെ തന്നെ ഈ പേനുണ്ട്, അത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. ആ പേനുകൊണ്ട് തന്നെയാണ് പുള്ളി പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജോൺസൻ്റെ അടുത്ത് ചെന്ന് ജോൺസൺ ആദ്യം ട്യൂൺ ചെയ്ത പാട്ട് ദേവകന്യക സൂര്യ നമ്പൂരി മീട്ടുന്നു എന്ന് പറയുന്ന അതിൻ്റെ പടത്തിൻ്റെ തുടക്കം ടൈറ്റിലും അങ്ങനെ തന്നെയാണ്. അതൊരു ടിപ്പിക്കൽ മലയാളി ഒരു മോർണിംഗിലുള്ള ഭൂപാളരാഗത്തിൽ ഉള്ള ഒരു പാട്ടാണ്. അത് കേട്ടോടനെ തന്നെ നമുക്ക് അതിന് പകരം വേറൊരു ട്യൂണില്ല എന്നുള്ള രീതിയിൽ ഓക്കെ പറയുകയും ഗിരീഷ് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലിറിക്ക് എഴുതുകയും ചെയ്തു. പിന്നീട് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കമ്പോസിങ് കാക്കക്കറുമ്പൻ എന്നുള്ള പാട്ടാണ് അടുത്ത് കമ്പോസ് ചെയ്യുന്നത്. പിന്നെ രാത്തിങ്കൾ പൂത്താലി ചാർത്തി, ഗിരീഷ് തന്നെ പറയാറുണ്ട്, ഗിരീഷിന് ഇഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളിൽ ഒന്ന് ഈ രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നാണ്. ഞങ്ങൾ തമ്മിലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഗിരീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാഴിരുൾ വീഴും ഈ 4 കെട്ടിൽ നിൻ്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി എന്ന 2 വരി ഗിരീഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ്, കുഞ്ഞാക്ക ഇതിൽ ഈ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ അതിലുണ്ട്. കാരണം മോഹിനിയുടെ ക്യാരക്ടർ, ഈ ബിജു മേനോൻ്റെ ക്യാരക്ടറിൻ്റെ വീട്ടിലേക്ക് ആ ക്ഷയിച്ചില്ലത്തേക്ക് കയറി വരുമ്പോൾ ഉള്ള പാട്ടാണത്. അവരുടെ ഒരു കല്യാണത്തിന് ശേഷമുള്ളൊരു പാട്ടാണ് അത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, 2 വരിയിൽ ഒരു സിനിമയുടെ മൊത്തം കഥ അല്ലെങ്കിൽ കഥയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റുന്നത്. പല സിനിമയിലും അത് ആവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കാക്ക കറുമ്പൻ എന്നുള്ള വാക്കൊക്കെ തന്നെ തുടക്കം പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യുന്നതാണ്. അതൊരു ഗിരീഷിൻ്റെ ഒരു മാജിക്കും കൂടിയാണ്. പിന്നെ അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതിരാ പുള്ളുണർന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ എല്ലാ പാട്ടുകളും ഹിറ്റായ ഒരു പടം കൂടിയാണ് ഈ പുഴയും കടന്ന്. അതിൻ്റെ കമ്പോസിങ് ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ രസകരമായ സംഭവം, അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ജോൺസൺ മാഷും ഗിരീഷും ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ ജോൺസന് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജോൺസൺ അല്പം മദ്യം കഴിക്കണം. അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ജോൺസന് പിന്നെ കൺട്രോളൊക്കെ പോകും, പല രീതിയിൽ സംസാരിക്കും. അപ്പോൾ ജോൺസൺ മിക്കവാറും വരുന്നത് ബൈക്കിനാണ്, മോട്ടോർ ബൈക്കിനാണ് വരിക. ഈ മോട്ടോർ ബൈക്കിൽ ചിലപ്പോൾ ജോൺസൺ തന്നെ ഓടിച്ചു വരും, കാറുണ്ടെങ്കിലും പുള്ളി ബൈക്കിൽ വരുള്ളൂ. ചാർലി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് കക്ഷിയുണ്ട്, രസികനായിട്ടുള്ളൊരു കക്ഷിയാണ്. പുള്ളി തമിഴിനാണ്, മലയാളം അത്യാവശ്യം പറയും. ഈ ചാർലി ഓടിക്കുകയാണെങ്കിൽ ജോൺസന് വിശ്വാസമില്ല, അതുകൊണ്ട് ജോൺസൺ ഓടിക്കുകയും ഇദ്ദേഹം ബാക്കിലിരിക്കുകയാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. തിരിച്ച് രാത്രി പോകുമ്പോൾ ജോൺസൺ മിനിങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബൈക്കിന് ചിലപ്പോൾ ഞങ്ങൾ പറയും ബൈക്കിന് പോകണ്ട, നമ്മൾ പ്രൊഡക്ഷൻ വണ്ടിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാർലിനെ ഇവിടെ കൊണ്ടുവിടാനായിട്ട് പറയും. അപ്പോൾ ചാർലി ഓടിക്കുമ്പോൾ ജോൺസന് പേടിയാണോ എന്താണെന്നറിയില്ല, അയാൾ ജോൺസൺ സമ്മതിക്കില്ല, ജോൺസൺ തന്നെ വണ്ടി ഓടിച്ച് പോകും. അപ്പോൾ ആദ്യമൊക്കെ 1-2 ദിവസം വലിയ പ്രശ്നം ഉണ്ടായില്ല, കാരണം മിനുങ്ങലെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഉണ്ടായുള്ളൂ. 3-ാമത്തെ ദിവസം ജോൺസൺ നന്നായിട്ട് മദ്യം കഴിച്ചു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, കുറേ തമാശയൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ കൂടുതൽ മദ്യം കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ജോൺസൺ ബൈക്കിൽ പോകണ്ട, കാറിന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കാർ പ്രൊഡക്ഷൻ കാറുണ്ട്, അതിൽ കൊണ്ടുവിടാം. ജോൺസൺ പറഞ്ഞു ഇല്ല ഞാൻ ബൈക്കിന് പോകുന്നു, ചാർലി ഉണ്ടല്ലോ അവൻ ഓടിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ സംസാരിച്ച് വന്നപ്പോൾ ചാർലി ഇട്ട് ജോൺസൺ ഭയങ്കരമായിട്ട് ഉടക്കി ചാർലിനെ ചീത്തയൊക്കെ പറഞ്ഞിട്ട്, ഞാൻ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ചാർലിയോട് നീ പോടാന്നൊക്കെ പറഞ്ഞിട്ട് ജോൺസൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ പോക്കായി. ഈ പോണ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോവുക. ഞാൻ വിചാരിച്ചത് ഒരു 1/2 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് ജോൺസൺ താഴെ വീഴും. പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ്റെ വണ്ടി എടുത്ത് ബാക്കിൽ കൂടി ചെന്ന് ഞാൻ ക്രോസ് ചെയ്ത് നിർത്തി. എന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞ് ജോൺസനെ പിടിച്ചു വലിച്ചു. ജോൺസൺ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും ആ ബൈക്കിൽ നിന്ന് ഇറങ്ങണില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാം, ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം, ഞാൻ ബൈക്കിന് തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ബൈക്കിൻ്റെ മുകളിൽ ജോൺസനെ തള്ളി മാറ്റിയിട്ട് ഞാൻ അപ്പുറത്ത് കയറിയിരുന്നു. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ജോൺസൺ എന്നെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞതിനാണ്. അപ്പം എനിക്ക് തിരിച്ചു വരണമല്ലോ, അതിനുവേണ്ടി കാറ് ബാക്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ജോൺസൺ വയലൻ്റായിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വല്ലാതെ ഇതായി. അപ്പോൾ വണ്ടി നിർത്തി ഞാൻ പിന്നെ ഇറങ്ങില്ലാണ്ട് വേറെ വഴിയില്ല, ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ നോക്കുമ്പോൾ ജോൺസൺ ബൈക്ക് എടുത്ത് ഒറ്റ പോക്കാം.
അപ്പോൾ എനിക്ക് ടെൻഷൻ കയറി. കാരണം വെച്ചാൽ ജോൺസൺ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വീട്ടിലെത്തില്ല എന്നുള്ളൊരു വല്ലാത്തതുണ്ട്. ഞാനെന്താ വെച്ചാൽ നേരെ കാറിൽ കയറി ജോൺസനെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോൺസൺ ഒറ്റ പോക്കാ. ഈ ബൈക്ക് കൊടുത്തിട്ട് ഈ മനുഷ്യൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ടെൻഷനായി. നമ്മളൊരു സിഗ്നലിൽ എന്ന് കഴിഞ്ഞപ്പോൾ ജോൺസൺ സിഗ്നലിൽ കിടക്കുകയും റെഡ് വീണ് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാണ്ടായി. അവസാനം ഞങ്ങളുടെ സിഗ്നൽ മാറി ഞങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ജോൺസനെ കാണുന്നില്ല. അതിന് പരിസരത്തുള്ള പല വഴികളിലും ഞങ്ങൾ പോയി നോക്കി, ജോൺസൺ മിസ്സിങ്. വല്ലാതെ ടെൻഷനായി. അപ്പോൾ ഞാൻ ഈ ഹൈവേയുടെ സൈഡിലൊക്കെ നോക്കിയുള്ള ആരെങ്കിലും ബൈക്കിൽ നിന്ന് വീണ് താഴെ കിടക്കണ്ടോന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വെച്ചപ്പോൾ എനിക്ക് ടെൻഷനായി. ഇതെങ്ങനെയാണ് വീട്ടിൽ പറയുക, ജോൺസൻ്റെ ഭാര്യയോട് ഇത് പറയണമല്ലോ. ഞാനെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് നേരെ ജോൺസൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ജോൺസൻ്റെ വീട്ടിൽ, അപ്പോൾ ജോൺസൺ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബൈക്ക് കാണാനില്ല. അപ്പോൾ ടെൻഷൻ കയറി, കാരണം ജോൺസൺ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ മെല്ലെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയിട്ട് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ജോൺസൻ്റെ വൈഫ് വന്നിട്ട് വാതിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ജോൺസൺ വന്നോ? ഇല്ല, വന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മുമ്പ് പോകുന്നതാണ്, ബൈക്കിൽ പോകുന്നതാണ്, അത്യാവശ്യം മിനുങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. ജോൺസൻ്റെ വൈഫ് ഇങ്ങനെ ഒരു നിൽപ്പ് നിന്നിട്ടുണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല, ആ ഒരു നിൽപ്പ് അവരുടെ. അല്ല, അവർക്കും ടെൻഷൻ കയറി എന്ത് ചെയ്യും എന്നുള്ളതിലാണ്. നമ്മളിത് എവിടെ ചെന്ന് തപ്പും. ഞങ്ങൾ ടെൻഷൻ അവിടെ ഞങ്ങൾ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കാർ എടുത്തിട്ട് ഞാനും ഡ്രൈവറും കൂടിയും അതിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലൊക്കെ പോയി നോക്കി, കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വരണുണ്ട് കഴിഞ്ഞപ്പോൾ അത് പാഞ്ഞു കുത്തി പോവുക. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ബൈക്കൊക്കെ പോകണ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജോൺസണാണെന്ന്. അതിനെ ഫോളോ ചെയ്ത് നേരെ വീട്ടിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ ജോൺസൺ ബൈക്ക് ഓടിക്കുന്നുണ്ട്, ബാക്കിൽ ഈ ചാർലി ഇരിക്കുന്നുണ്ട്. ചാർലി ഇങ്ങനെ ജോൺസനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ആ ഇരിപ്പ് നല്ല വിഷ്വലായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചില്ലെങ്കിൽ ജോൺസൺ ചിലപ്പോൾ മറിഞ്ഞു വീഴും. അതാണെന്നുള്ളത് എനിക്ക് അപ്പം മനസ്സിലായില്ല. ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ജോൺസനെ അവിടെ നിന്ന് താഴേക്ക് ചാർലി ഇറക്കിയപ്പോഴാണ് മനസ്സിലായി. ചാർലി എന്നോട് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചിട്ടില്ലായിരുന്നു ജോൺസൺ താഴെ. അപ്പോൾ ഞാൻ ചാർലിയായിട്ട് വഴക്കിട്ട് പോയതാണല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല, ഈ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു വെക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചാർലി സമ്മതിക്കാണ്ടായപ്പോഴാണ് ഇവർ തമ്മിൽ അടിയുണ്ടായത്. പിന്നെ ചാർലി ഇന്ന സ്ഥലത്ത് ഉണ്ടാവുക എന്നുള്ളത് ജോൺസൺ അറിയാം, ചാർലി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെന്നിട്ട് ജോൺസൺ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്, അത് അടച്ചു പോവാ കട. ആ കട അടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അടക്കണതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്ക് കിടന്നിട്ട് ഈ പരാക്രമം കാണിച്ചത്. എന്നോടിത് പറഞ്ഞാൽ മതിയായിരുന്നു, അത് ജോൺസൺ പറയില്ല. ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന, പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപക്ഷെ മലയാളികൾ സിനിമാ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ജോൺസനാണ്. ജോൺസൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ജോൺസനായിട്ട് സൗഹൃദം ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയാനുണ്ട്. അത് സ്നേഹം കൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൊണ്ടും അദ്ദേഹം ഇല്ലാത്ത ഈ കാലത്ത്, അദ്ദേഹം മരിച്ചു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നത് ഒരു കുറ്റപ്പെടുത്തലായിട്ടോ ഒന്നുമല്ല. ജോൺസണുമായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് ആ സിനിമയിൽ എനിക്ക് അതിമനോഹരമായ പാട്ടുകൾ തന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉണ്ടായ ആ രാത്രിയിലെ ഒരു ടെൻഷൻ പങ്കുവെക്കാൻ വേണ്ടി ആ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അനുഭവിച്ചൊരു വല്ലാത്ത ടെൻഷനുണ്ട്. കാരണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടി ഉത്തരവാദിയാവുമല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു ഭീതി എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ജോൺസനെ എല്ലാവരും. അതുകൊണ്ട് തന്നെ ജോൺസൻ്റെ ഇത്തരം വികൃതികളോ കുസൃതികളോ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടവുമായിരുന്നു. അടുത്ത ദിവസം കണ്ടപ്പോൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് ജോൺസൺ ഭാവിക്കുന്നില്ല. വളരെ തമാശയൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം കമ്പോസിങ്ങിന് വരുന്നു. പിന്നെ അടുത്ത ദിവസം റെക്കോർഡിങ്, ആ പാട്ട് റെക്കോർഡിങ്ങും അതിൻ്റെ പാട്ടുകളൊക്കെ നല്ല രസത്തിൽ. ജോൺസൻ്റെ ചില സമയത്തുള്ള എന്താ പറയുക, കൈ നോവാന്ന് പറയില്ല നമ്മൾ, അങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണത്. ഈ പുഴയങ്കടത്തിൻ്റെ ഷൂട്ടിങ്ങും ഒരുപാട് രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ദിലീപ് നായകനായിട്ട് അഭിനയിക്കുന്ന എൻ്റെ സിനിമയിൽ മഞ്ജു വാര്യർ, മോഹിനി, ചിപ്പി, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഉത്സവാന്തരീക്ഷമായിരുന്നു ഞങ്ങൾ ആ സിനിമ. സുകുമാറാണ് ക്യാമറ. അപ്പം ഞങ്ങൾ ആ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ ഈ ഏർലി മോർണിംഗ് ഷോട്ടുകൾ എല്ലാ ദിവസവും എടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ എല്ലാ ദിവസവും രാവിലെ റെഡിയാക്കി ഈ ഭാരതപ്പുഴയുടെ തീരത്ത്, ആ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഈ കമൽ പുല്ലെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പിന്നീട് പിൽക്കാലത്ത് സിനിമ മേഖലയിൽ എല്ലാവരും പറയാൻ തുടങ്ങി. കമൽ പുല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നിറയെ ഉണ്ടാവും. ഈ സാധനം ആദ്യം ഉപയോഗിക്കുന്നത് മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന പടത്തിലാണ്. അതിലെന്തിനു വേറെ സൂര്യോദയത്തിൽ നിറയെ ഉണ്ട്. ഈ പുഴയും കടന്നിലും ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എവിടെ നോക്കിയാലും ഈ പുല്ലാണ്.
അപ്പം ഞാൻ ആദ്യം സുഖുവിനോട് പറഞ്ഞു നമുക്ക് ഇത് വേണ്ട ഒഴിവാക്കുക, കാരണം വെച്ചാൽ കഴിഞ്ഞ പടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനി ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എവിടെ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഏർലി മോർണിംഗ് ലൈറ്റിൽ ഇതിങ്ങനെ ഗ്ലോ ചെയ്യും ഭയങ്കരമായിട്ട്, സിൽവർ കളറിലാണ് ഇതിങ്ങനെ ഗ്ലോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ ഗ്ലോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഫ്രെയിം കൊണ്ട് അവിടെ തന്നെ വയ്ക്കും. അത് സിനിമയിൽ കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ കിടന്ന് തിളങ്ങും. അങ്ങനെ ഈ പുഴയും കടന്നും മഴയത്തുമ്പ് കഴിഞ്ഞിട്ട് ഈ പുഴയും കടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങ് എസ്റ്റാബ്ലിഷ് ആയത്. ഇപ്പോഴും പലരും കാണുമ്പോൾ എന്നോട് പറയാറുണ്ട് ഈ കമൽ പുല്ലെന്നൊക്കെ പറഞ്ഞിട്ട്, കമൽ പുല്ലും പോകുന്നൊക്കെ പറയും, പലരും പറയും. അപ്പം ഞാനത് മനഃപൂർവ്വം ചെയ്തതെന്നല്ല, എൻ്റെ സിനിമയിൽ മാത്രമല്ല, അത് ഭരതേട്ടൻ്റെ സിനിമയിൽ PN മേനോൻ്റെ കാലത്തുള്ള സിനിമയിലൊക്കെ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ഇത് നിറയെ കാണും. അത് ഭാരതപ്പുഴയുടെ തീരത്തും അതല്ലെങ്കിൽ ഒറ്റപ്പാലത്തൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ പടത്തിലും ഇതുണ്ടാവും. പക്ഷേ ആൾക്കാർ നോട്ടീസ് ചെയ്തത് എൻ്റെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പുഴയും കടന്നിൻ്റെ രസകരമായ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഏർലി മോർണിംഗിൽ ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ ഈ നല്ല മഞ്ഞ് സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് ഇവരെ രാവിലെ കൊണ്ടുപോയിട്ട് ഭാരതപ്പുഴയിൽ ഇറക്കും, മഞ്ജുവിനെയും മോഹിനിനെയും ചിപ്പിനെയും. കുളിക്കണ സീനൊക്കെ ഉണ്ട് പാട്ടിൽ, ദേവകന്യ എന്നുള്ളത്. ഈ തണുത്ത് പറഞ്ഞിട്ട് ഈ പിള്ളേർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല, ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കും. സൺറൈസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, കാരണം ചിലപ്പോൾ അതിന് മുമ്പ് അവിടെ വന്ന് നിൽക്കുകയും ഇവരിറക്കി നിർത്തും. കാരണം സൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 4-5 മിനിറ്റിനുള്ളിൽ ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആവും. ആ ബ്രൈറ്റ് ആവണതിന് മുമ്പ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇറ്റലി തണുപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നിർത്തുകയും ഞങ്ങളവിടെ മാറി നിന്നിട്ട് ചിലപ്പോൾ ചായ കുടിച്ചിരിക്കുന്നുണ്ടാവും. ഇവർക്ക് കയറി വരാനും പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. മഞ്ജുവൊക്കെ എപ്പോഴും പറഞ്ഞു വെച്ചിരിക്കുമായിരുന്നു, എന്തുമാത്രം വെള്ളത്തിൽ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ഇവർ പോത്തുകളെയൊക്കെ നമ്മൾ വെള്ളത്തിലിടൂല, അതേപോലെയാണ് ഇവരെ വെള്ളത്തിലിടുക എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റായിരുന്നു. അങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്യുക, അതിൻ്റെ ഓരോ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതായിരുന്നു. ഈ പുഴയും കടന്ന് നന്നായിട്ട് ഓടിയൊരു സിനിമയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദിലീപിനും മഞ്ജുവിനും ആ സിനിമയിൽ ഉണ്ടാക്കിയ സല്ലാപത്തിന് ശേഷം ഈ പുഴയും കടന്നാണ് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് രണ്ടുപേരെ. അവരുടെ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുന്നതും ഈ പുഴയും കടന്നാണ് അതിൻ്റെ കാരണം. അപ്പം ഞങ്ങൾക്കൊക്കെ വളരെ സവിശേഷമായ ഒരു സിനിമയാണ്. ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞെടുത്ത ഒരു സിനിമ. ആൽവിൻ ആൻ്റണി ആയിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ആൻ്റണി തന്നെ പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയൊരു സിനിമയാണ് ഈ പുഴയും കടന്നത് ആ കാലത്ത്. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്ന, നമ്മൾ മനസ്സുകൊണ്ട് എല്ലാവരും ഹാപ്പിയായി ഒരു 3-3.5 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തിയ ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സിനിമാ ജീവിതത്തിൽ മഴയത്തുമ്പേ, അഴകിയ രാവണൻ, ഈ പുഴയും കടന്ന് അങ്ങനെ അടുപ്പിച്ച് ഹിറ്റുകളുണ്ടായ ഒരു സമയവും കൂടിയാണ്. എൻ്റെ ഒരു സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും സുവർണ്ണകാലം എന്ന് പറയാവുന്ന, എല്ലാ പടത്തിലും പാട്ടുകളും വലിയ ഹിറ്റുകളായിരുന്നു. ഏത് മ്യൂസിക് ഡയറക്ടറായാലും ഏത് ലിറിക് റൈറ്ററായാലും പാട്ടുകളെല്ലാം ഹിറ്റാവുന്നു എന്ന് പറയുന്നതും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതും വലിയൊരു സന്തോഷം തന്നെയായിരുന്നു.